പുൽപ്പള്ളി പഞ്ചായത്തിലെ ചെറിയാൻ മലയിലാണ് വോട്ടർ കവല ഇപ്പോഴുള്ളത്. എങ്ങനെയുണ്ട് പിന്നെ ഇവിടെ ഭരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വളരെ മോശമാണ് ഇപ്പോൾ ഭരിക്കുന്ന ഭരണം. വികസനങ്ങൾ കുറവാണ്. വന്യമൃഗ ശല്യങ്ങൾ കണ്ടമാനം ഉപയോഗിക്കുന്നുണ്ട്. കുറുവാദ്വീപ് ഉണ്ടായിട്ടും വരുമാനം ഉണ്ടായിട്ടും ഫെൻസിങ് നല്ല രീതിയിൽ ചെയ്തു തന്നിട്ടില്ല. ഇതാ ഈ ഫെൻസ് ഇവിടെ നമ്മൾ കാണുന്നുണ്ട് ഫെൻസിങ്, പക്ഷെ അത് അത്ര നല്ലതല്ല പറയുന്നത്. നല്ലതല്ല. അമ്മേന്റെ പേരെന്താ? ശാരദാമ്മ, എന്താ ഇവിടുത്തെ നമ്മളെ വന്യജീവികളൊക്കെ കുഴപ്പമാണോ? പുള കടന്നു വരും. അതാ ഇവരുടെ തിന്ന് നമ്മുടെ തിന്ന് നല്ല എന്താ ഇവരുടെ ഒക്കെ തിന്നു. രാത്രിയല്ലേ വരും? രാത്രി തന്നെ വന്യമൃഗത്തെ ഭയങ്കര ശല്യം. നമ്മളെ പഞ്ചായത്തിലാകെയാണോ ഇവിടെ ചെറിയാമലയാണോ? ചെറിയാമല. എന്തൊക്കെയാ വരിക? ആന, പിന്നെ പന്നി, എല്ലാം. ഇവിടെ പണിക്ക് പോണ കുട്ടീനെ ആന തട്ടി. എപ്പോ? ഒരു 3-4 ദിവസമായി. എന്നിട്ട് പൈസ ആര് തരൂ? കുറച്ചുകാര് തരൂ? ഒന്നും തരില്ല. പണിക്ക് പോകാൻ വയ്യ. കിടന്ന ആശുപത്രിയില്ലേ. പക്ഷെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ജനങ്ങൾ മൊത്തത്തിൽ LDF-നെ വെറുക്കുന്നൊരവസ്ഥ. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുവെ കമ്മ്യൂണിസം, എന്താ പറയുക, ആധിപത്യമുള്ള സ്ഥലങ്ങളിൽ ഒരു ഏകാധിപത്യം വരുന്നതായിട്ട് നമ്മൾ ചരിത്രത്തിൽ മൊത്തത്തിൽ കാണുന്നുണ്ട്. അതേ ഒരു രീതിയാണ് ഇപ്പോൾ കേരളത്തിലും കാണുന്നത്. അല്ല, ഇങ്ങോട്ട് കാട്ടിലേക്കൊക്കെ വരുന്നവരോ ആനയെ കാണണമെന്നൊക്കെ വിചാരിക്കുന്നുണ്ടോ? ആഗ്രഹമുണ്ടോ? ആഗ്രഹമുണ്ട്, അത് നടക്കില്ലല്ലോ. പക്ഷെ നടക്കില്ലല്ലോ. രാഘവേട്ടനൊക്കെ പറയുന്ന പ്രശ്നം എന്താ അറിയോ? ഇവിടെ കംപ്ലീറ്റ് ആനയാ അല്ലേ രാഘവേട്ടാ? രാത്രി ആന ഇറങ്ങുന്നവരെ കൃഷി നശിപ്പിക്കുന്ന ആകെ കുഴപ്പം. ഈ നാടിനെ പറ്റി അവർക്കല്ലേ അറിയാം. അതെ. നമ്മള് എങ്ങനെയുണ്ട് വയനാട് മൊത്തത്തിൽ ഞാൻ പ്രതീക്ഷിച്ചതിലപ്പുറം റോഡുകളൊക്കെ അത്യാവശ്യം നല്ല റോഡുകളാണ്. ഞാനോർത്ത് കുറച്ച് അധികം നല്ല ഇത്രയും വികസനം എത്തിയില്ലായിരിക്കും ഞാൻ വിചാരിച്ചു. പക്ഷെ വയനാട് കുറച്ച് നല്ല റോഡുകളാണ്. വന്യജീവി പ്രശ്നമാണ് ഈ നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ആ വിഷയം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലും സജീവ ചർച്ചയാവുന്നുണ്ട്. മോട്ടോർ സൈക്കിൾ ഡയറി യാത്ര തുടരുന്നു വയനാട്ടിൽ നിന്ന് മറ്റൊരിടത്തേക്ക്.